നമസ്കാരം. യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. 4ാം പാഠത്തിൻ്റെ 5ാമത്തെ ഒബ്ജക്റ്റീവായ 4.5 ബയോട്ട്-സാവാർട്ട് ലോ അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബയോട്ട്-സാവാർട്ട് ലോ എന്തിനാണ് എന്നറിയണമെങ്കിൽ നമ്മൾക്ക് തൊട്ട് മുമ്പ് പഠിച്ച ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റഡിൻ്റെ ഒരു പരീക്ഷണമായ കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് തിരിച്ച് ഓർത്തെടുക്കണം. അപ്പോൾ ഇതൊരു കറണ്ട് ക്യാരിയിങ് വയറാണെന്ന് വിചാരിക്കുക. ഇതൊരു കറണ്ട് ക്യാരിയിങ് വയറാണ്. ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള് തരുന്നത്. ഇതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള്. നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ പിടിക്കുന്നു. എന്നിട്ട് തമ്പ് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഡയറക്ഷനിൽ വെക്കുന്നു. ഇപ്പോൾ കറണ്ട് മുകളിലോട്ടാണ് ഒഴുകുന്നത്. ഈ കറണ്ട് മുകളിലോട്ടൊഴുകുന്ന അതേ ദിശയിൽ തമ്പ് വയ്ക്കുന്നു. ബാക്കി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഫിംഗേഴ്സാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഈ ചുറ്റ് കോൺസെൻട്രിക് ആയിട്ട് വരുന്ന സർക്കിൾസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഡയറക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സർക്കിൾസ് മാഗ്നറ്റിക് ഫീൽഡാണെന്ന്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നറിയാം. പക്ഷേ അത് എത്ര, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിന് ഓരോ പോയിന്റിലും ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ അതാത് പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും നമുക്ക് കിട്ടി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള സർക്കിൾസും നമ്മൾ കണ്ടു, അതിൻ്റെ ഡയറക്ഷൻ ടാൻജൻ്റ് ആണെന്നും കണ്ടു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷനും കിട്ടി റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച്. പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് ബയോട്ട്-സാവാർട്ട് ലോ ഉപയോഗിക്കുന്നത്. ഇനി ബയോട്ട്-സാവാർട്ട് ലോയിൽ ഈ പറയുന്ന കറണ്ട് എലമെൻറ്റിനെ ഈ കറണ്ട് പാസ് ചെയ്യുന്ന ഈ കണ്ടക്ടറിനെ നമ്മൾ കറണ്ട് എലമെൻ്റായിട്ട് കട്ട് ചെയ്യുന്നു. ചെറിയ പോർഷൻസ്, എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല പോർഷൻസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോരോ പോർഷൻസ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണുകയും അതിനെ പഴയ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. അപ്പോൾ ബയോട്ട്-സാവാർട്ട് ലോ എന്തിനാണ്? ഒരു കറണ്ട് എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുന്നു, അതിൻ്റെ ഒരു പോർഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അതാണ്. ഈ ചിത്രത്തിൽ എന്താണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്? ഇതൊരു XY എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ്, XY എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. എക്സിൽ നിന്ന് വൈയിലേക്ക് കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ പല കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. എലമെൻറ്റ്, ചെറിയ പോർഷന് പറയുന്ന പേരാണ് എലമെൻറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഒരു എലമെൻറ്റ്, ഇതിൻ്റെ ലെങ്ത്ത് DL, ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് I. അപ്പോൾ നമ്മളൊരു പുതിയ വാക്ക് പരിചയപ്പെടുകയാണ്, കറണ്ട് എലമെൻറ്റ്. കറണ്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ DLന് ഇട്ട് കൊടുക്കുക. I ഒഴുകുന്നത് ഇപ്പോൾ മുകളിലേക്കാണ് ഒഴുകുന്നത്. ആ മുകളിലേക്ക് എന്നൊഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ DL എന്ന് പറയുന്ന എലമെൻറ്റിന് ഇട്ട് കൊടുത്തു. DL ബാർ, അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് സ്കേലാറാണ്. പക്ഷേ ഇവിടെ DL ബാർ ആണ് എഴുതിയിരിക്കുന്നത്. ആ ബാറിന് കാരണം ഇതിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരും ശ്രദ്ധിക്കുക, എലമെൻറ്റ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് കറണ്ട് എലമെൻറ്റ് എന്ന് വന്നത്. അപ്പോൾ കറണ്ട് എലമെൻറ്റ് എന്താണെന്ന് മനസ്സിലായി, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇനിയും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണേണ്ട പോയിൻറ്റ് P ആണ്. ഈ Pയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ നമ്മുടെ കറണ്ട് എലമെൻറ്റിൽ നിന്ന് അതിൻ്റെ ചെറിയ പോർഷനാണ്, കറണ്ട് എലമെൻ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ പോർഷനാണ്, അതിൽ നിന്ന് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു, വെക്ടർ R. ഇത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ, ഇത് മാഗ്നിറ്റ്യൂഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കാനാണ് R ഇട്ടിരിക്കുന്നത്. R ഈസ് ഫ്രം ദ കറണ്ട് എലമെൻറ്റ് ടു ദ പോയിൻറ്റ് P. അതാണ് R. R ഈ കറണ്ട് എലമെൻറ്റ് മുതൽ P വരെയുള്ള മാഗ്നിറ്റ്യൂഡ്, ഇതതിൻ്റെ ഡയറക്ഷൻ. ഇനിയും P എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ
ഒരു കാര്യം കൂടെ, ആംഗിൾ ബിറ്റ്വീൻ ഈ കറണ്ട് എലമെൻറ്റും ഈ വെക്ടർ പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അഥവാ ഡി എൽ ബാറും ആർ ക്യാപ്പിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. ഡി എൽ ബാർ ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എലമെൻറ്റ്, ആർ ക്യാപ്പ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ പൊസിഷൻ വെക്ടർ. ക്ലിയർ? ഇനിയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ നമ്മൾ പല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു. ഓരോ കഷ്ണത്തിനും പറയുന്ന പേര് കറണ്ട് എലമെൻറ്റ്. ഈ കറണ്ട് എലമെൻറ്റ് പോയിന്റ് പിയിൽ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡാണ് ഡി ബി. ഡി എൽ ലെങ്ത് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. നമ്മളിനി ചെയ്യുക ഈ ഡി ബികളെല്ലാം കൂടെ കൂട്ടും. ഇതിപ്പം -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ഒരു വയറാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഇൻ്റഗ്രൽ ഡി ബി ആണ് ചെയ്യുക. അപ്പോൾ ഡി ബി എന്താണെന്നാണ് ബയഡ് സവാർട്ട്സ് തരുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ കറണ്ട്, വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെൻറ്റ് ഐഡിയൽ. അതാണ് നമുക്ക് ബയഡ് സവാർട്ട്സ് തരുന്നത്. അതെന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നോക്കാം. ഒന്നാമതായിട്ട് കറണ്ടിനെ തന്നെ. കറണ്ട് കൂടിയാൽ എന്താ സംഭവിക്കുക? അതിൽ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ക്വസ്റ്റ്യൻ ഓയിസ്റ്റഡ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രപ്പോർഷണൽ ടു ഡി എൽ. ഡി എൽ എന്താണ്? ഈ കറണ്ട് എലമെൻറ്റിൻ്റെ നീളം. കറണ്ട് എലമെൻറ്റിൻ്റെ നീളം കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതായത് കറണ്ട് അതിൽ കൂടെ ഐ ഡി എൽ എന്നാണ്, ശരിക്കും പറഞ്ഞാൽ ഐ ഡി എൽ എന്നാണ്. അപ്പോൾ ഐ പ്രപ്പോർഷണേറ്റ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തത് ഇൻവേഴ്സ് സ്ക്വയർ ലോ. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് വീണ്ടും വരും. അപ്പോൾ R കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഇലക്ട്രിക് ഫീൽഡും അങ്ങനെ തന്നെയാണല്ലോ. അടുത്തത് സൈൻ തീറ്റ. ഇത് മുമ്പ് ഇലക്ട്രിക് ഫീൽഡിൽ ഇല്ലാത്തൊരു കാര്യമാണ്. തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ബാർ ആൻഡ് ആർ ക്യാപ്പ്. അപ്പോൾ സൈൻ തീറ്റ, തീറ്റ മാറുന്നതിനനുസരിച്ച് തീറ്റ 0 ആണ്, സൈൻ 0 0. അപ്പോൾ തന്നെ എന്താ മനസ്സിലായത്? തീറ്റ 0 ആണെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? ഈ ആർ ക്യാപ്പ് എന്ന് പറയുന്ന വെക്റ്റർ ഒരിക്കലും ഈ ഐയുടെ ഡയറക്ഷനിലാവാൻ പാടില്ല, അഥവാ ഡി എല്ലിൻ്റെ ഡയറക്ഷനിലാവാൻ പാടില്ല. അപ്പോൾ എലോങ് ദിസ് വയർ ഒരു പോയിന്റ് പി എടുത്താൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അതേസമയം തീറ്റ 180 ആണെങ്കിലും 0 ആണ്. പക്ഷേ തീറ്റ 90 ആണെങ്കിലോ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ പോയിന്റ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം. അപ്പോൾ തീറ്റ ഡിപ്പെൻഡൻസും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒറ്റ ഒരു ഇക്വേഷനായിട്ട് സമ്മറൈസ് ചെയ്യാണ്. ഡി ബി പ്രപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നാണ് മൊത്തത്തിൽ കിട്ടുക. അതിൻ്റെ പ്രപ്പോർഷണാലിറ്റി, ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി ഒരു പ്രത്യേക ആളാണ്. നമ്മൾ ശരിക്കും ഇത് ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ചിട്ടുണ്ട്. 1/4πε0 എന്ന് പഠിച്ചിട്ടുണ്ട്. അതിലെ 1/ε0 μ0. പെർമിയബിലിറ്റി, പെർമിറ്റിവിറ്റിയാണ് ε0 എങ്കിൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടുന്നത് എന്നർത്ഥം. പെർമിയബിൾ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് μ0/4πIdl സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇത് സ്കാലാർ ഫോം. ഇനി ഇതിനെ നമ്മൾ വെക്റ്റർ ഫോമിലേക്ക് എഴുതണമെങ്കിൽ അവിടെയാണ് ഡി എൽ ബാറിൻ്റെയും ആർ ക്യാപ്പിൻ്റെയും പ്രസക്തി. വീണ്ടും നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് പഠിച്ച മാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ച് Q × V ക്രോസ് B പഠിച്ചതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ V ക്രോസ് B മാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചതുപോലെ തന്നെ ഇവിടെയും ക്രോസ് പ്രോഡക്റ്റ് ആണ്. കാരണം എ ബി സൈൻ തീറ്റ നമ്മൾ എ ക്രോസ് ബി എന്നാണ് എഴുതാറ്. എ ബി സൈൻ തീറ്റ നമ്മൾ എ ക്രോസ് ബി എന്നാണ് എഴുതാറ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും എഴുതാം ഇതിൻ്റെ വെക്റ്റർ ഫോം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സ്കേലാർ ഫോമും വെക്റ്റർ ഫോമും ആവശ്യമുണ്ട്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ല, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന് തീർത്തും ഡയറക്ഷനും ആവശ്യമുണ്ട്. അപ്പം μ0/4πI × dl ബാർ ക്രോസ് ആർ ക്യാപ്പ്. ഡി എൽ ബാർ എന്താണ്? കറണ്ട് എലമെൻറ്റിൻ്റെ ലെങ്ത്ത്. അതിന് കറണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തു, ഡി എൽ ബാർ ആക്കി. ഇൻറ്റു ആർ ക്യാപ്പ്, ഇൻറ്റു അല്ല ക്രോസ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്താണ്? പൊസിഷൻ വെക്ടറിൻ്റെ
ഡയറക്ഷൻ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിരുന്നു റൈറ്റ് ഹാൻഡ് റൂൾ എങ്ങനെ ഉപയോഗിക്കുകയെന്ന്. ക്രോസ് പ്രോഡക്റ്റിൻ്റെ എങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക? നമ്മൾ തിരിക്കണം. എവിടുന്ന് എങ്ങോട്ട് തിരിക്കണം? DL to R cap. ഇപ്പോൾ DL ഇവിടെ ഏതാണ്? റൈറ്റ് ഹാൻഡാണ് റൂള്. അപ്പോൾ റൈറ്റ് ഹാൻഡാണ് തിരിക്കേണ്ടത്. എവിടുന്ന് എങ്ങോട്ടാണ്? അക്യൂട്ട് ആംഗിളിലാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ DL to R ആണ്. അതാണ് ഇവിടെ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. DL മുതൽ R വരെ. അപ്പോൾ എൻ്റെ വിരൽ എങ്ങനെ വെക്കണം? കൈ എങ്ങനെ വെക്കണം? റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് എങ്ങനെ തിരിക്കേണ്ടത്? ഇങ്ങനെയല്ലേ കൈ തിരിയുള്ളൂ, വേറൊരു വഴിക്കും തിരിയില്ലല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ തിരിക്കണം? DL ക്രോസ് R cap. അപ്പോൾ അതാ വെച്ചു. ഇങ്ങനെ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇതെൻ്റെ DL, ഇതാണ് എൻ്റെ DLൻ്റെ ഡയറക്ഷൻ. ഇനി ഞാൻ തിരിച്ച് എങ്ങോട്ടേക്ക് തിരിക്കുകയാണ്? ആറിൻ്റെ ഡയറക്ഷനിലേക്ക് ഇതാ ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ കൈ എങ്ങനെയാണ് പോകുന്നത്? കൈ എങ്ങനെയാണ് പോകുന്നത്? ഉള്ളിലേക്ക്. അപ്പോൾ ഏത് പോയിന്റിലാണ് കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ്? പോയിന്റ് P. അപ്പോൾ നോക്കൂ, പോയിന്റ് Pയിൽ ഞാൻ തിരിക്കുകയാണ്. എങ്ങനെ? ഇതെൻ്റെ DLൻ്റെ ഡയറക്ഷൻ, ഇത് ആറിൻ്റെ ഡയറക്ഷൻ. സോ DL to R ഞാൻ ഇങ്ങനെ തിരിച്ചു. അപ്പോൾ എൻ്റെ തമ്പ് എങ്ങനെയാണ് പോകുന്നത്? തമ്പ് എങ്ങോട്ടാണ്? തമ്പ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ദാ ഇൻറ്റു മാർക്ക് ഇട്ടിരിക്കുന്നു. എന്തിനാണ് ഇൻറ്റു മാർക്ക്? ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് എന്ന് കാണിക്കാനാണ് ഇൻറ്റു മാർക്ക്. ഇൻറ്റു മാർക്ക് എന്തിനാണ്? ഇൻറ്റു ഓർ ഇൻറ്റു ആൻഡ് പെർപെൻഡിക്കുലർ. അപ്പോൾ കാരണം ഈ പ്ലെയിൻ്റെ ബോർഡിന് രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ ഇങ്ങനെയും ആവാം, അല്ല എങ്കിൽ ഇങ്ങനെയും ആവാം. നമുക്കറിയാം ഉറപ്പായിട്ടും ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും B എന്ന് നമുക്കറിയാം. പക്ഷേ രണ്ട് പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ഒന്നുകിൽ ഇങ്ങനെയും ആവാം, അല്ല എങ്കിൽ ഇങ്ങനെയും ആവാം. ഇതിൽ ഏതാ വരിക? ഈ കണ്ടീഷനിൽ ഏതാ വരിക? നമ്മൾ തിരിച്ചത് എങ്ങോട്ടാ? DL. ഇതാണ് എൻ്റെ പോയിന്റ്. DLൻ്റെ ഡയറക്ഷൻ ഇത്, ആറിൻ്റെ ഡയറക്ഷൻ ഇത്. അപ്പം ഞാൻ DL to R ഇങ്ങനെ തിരിച്ചപ്പോൾ എൻ്റെ തമ്പ് വെൽ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അപ്പോൾ ഇൻറ്റു എന്തിനാണ്? ഇൻഡിക്കേറ്റ്സ് DB at P. Pയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോഡി. ബോർഡിന് പെർപെൻഡിക്കുലറും ഉള്ളിലേക്കാണ്. വെൽ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. കിട്ടിയല്ലോ? അപ്പോൾ ഇതാണ് ബയറ്റ്-സവാർട്സ് ലോയുടെ സ്കേലാർ ഫോം, ഇതാണ് വെക്റ്റർ ഫോം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇത് നമ്മൾ ഒന്നാം പാഠമായിട്ടൊന്ന് ചെറുതായിട്ടും ഒരുപാട് സാമ്യമുള്ള പാഠമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സും 4th ലെസൺ ആയിട്ടുള്ള ഈ പാഠവും. ഇത് തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒന്ന് നോക്കാം. സിമിലാരിറ്റി ഒന്നാമത്തതായിട്ട് കൊളുംസ് ലോ ആയിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. കൊളുംസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തന്നെ 1/4πε0. അതിലെ 1/ε0യ്ക്ക് പകരമാണ് ഞാൻ μ0 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ക്ലിയർ ആണല്ലോ. ബാക്കി ഈ പോർഷന് പകരം Q1 Q2/r² എന്നാണ്. Q1 Q2/r². അപ്പോൾ ഒരു r² അവിടെ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും ഇതിന്. സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ രണ്ടിടത്തുമുണ്ട്. ഇത് ലോങ് റേഞ്ചാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? R കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡും കുറയും, ഇലക്ട്രിക് ഫീൽഡും കുറയും, അഥവാ ഇലക്ട്രിക് ഫോഴ്സും കുറയും. ഓക്കെ, തിരിച്ച് അടുത്തത് സൂപ്പർ പൊസിഷൻ. എന്താ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ മൾട്ടിപ്പിൾ ചാർജസ് പഠിച്ചിട്ടുണ്ട്. ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ കുറേ പേരുണ്ടാക്കുന്നത് കാണാൻ E1 + E2 + E3 കൂട്ടിയാൽ മതി. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഓരോ dBയും ഇതുപോലെ മുറിച്ച് കുറേ dB ഉണ്ടാക്കുക. അവരുടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് കാണുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, വെക്റ്റർ അഡീഷൻ. കാരണം ഇത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഇതും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഇലക്ട്രിക് ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വെക്റ്റർ അഡീഷൻ. പിന്നെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇവർ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഒന്ന്, ആറും ഇയും സെയിം പ്ലെയിനിലാണ്. എവിടെ? ഇലക്ട്രിക് ഫീൽഡിന്. നമുക്കറിയാം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരയ്ക്കുമ്പം എക്സ്പാൻഡിങ് സർക്കിൾസ് ആണ്. ഈ പ്ലെയിനിൽ തന്നെയാണ് വരയ്ക്കുക, വ്യത്യസ്ത പ്ലെയിൻ ഇല്ല, സെയിം പ്ലെയിൻ ആണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു, R കിടക്കുന്ന ബോർഡിൻ്റെ പ്ലെയിനിൽ, DL കിടക്കുന്ന ബോർഡിൻ്റെ പ്ലെയിനിൽ. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? അതിന് പെർപെൻഡിക്കുലർ ആണ്.
അപ്പം ആർ ആൻഡ് ഡി ബി ആർ പെർപെൻഡിക്കുലർ, അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. ആറ് ഇപ്പം നമ്മൾ ഈ പോയിന്റ് പീനെ പിടിച്ച് ഇതേ ലൈനിൽ ഇട്ടാൽ മാഗ്നറ്റിക് ഫീൽഡ് 0, സൈൻ 0 ഈസ് 0. അപ്പോൾ അതെന്തായിരിക്കണം? ആറ് ഡി ബിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പിന്നീട് ഈ ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ, ഇങ്ങനെ ഒരു തീറ്റ എന്നൊരു ടേം ഇലക്ട്രിക് ഫീൽഡിലില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 Q/r². അവിടെ Q ആണ് താരം, സൈൻ തീറ്റ ഇല്ല. ആ ക്യൂവിൻ്റെ സ്ഥാനത്താണ് നമ്മളിവിടെ IDL എന്ന് പറയുന്ന ആളെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല സൈൻ തീറ്റയും ഉണ്ട്. അപ്പം ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ. ഈയുടെ ഇക്വേഷൻ ഓർത്താൽ നമുക്കിതൊക്കെ പറയാൻ പറ്റും. ഒരു സോഴ്സ് ചാർജ് Q ഉണ്ട് എങ്കിൽ r ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r² എന്നാണ്. അവിടെ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇവിടെ IDL, സൈൻ തീറ്റ ഇല്ല, ബാക്കിയെല്ലാം അതേപോലെയുണ്ട്. അപ്പോൾ വേർ ബി ഡിപ്പെൻസ് ഓൺ തീറ്റ, ബി തീറ്റ ഡിപ്പെൻഡ് ചെയ്യും. തീറ്റ 0, 0, തീറ്റ 90 dB മാക്സിമം. അപ്പം തീറ്റ ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് ഓൺ dB. അടുത്തത് Q സ്കേലാർ സോഴ്സ് ആണ്. ഇവിടെ നമ്മൾ Q/r² എന്ന് എഴുതുമ്പോൾ Q ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, സ്കേലാറാണ് ആ സോഴ്സ്. പക്ഷേ IDL ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? IDL ബാർ ഇത് നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് എഴുതിയിരിക്കുന്നത്. വെക്ടറായിട്ട് എഴുതുമ്പോൾ ഇത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പം കറണ്ട് എലമെൻറ്റ്, ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഴുതുന്ന ആളാണ് കറണ്ട് എലമെൻറ്റ്, അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് വെക്ടർ സോഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയറ്റ് സവാർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് NCERT ടെക്സ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്കറിയാം റൈറ്റിങ്സ് കൂടുതലാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ക്ലാസ് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ NCERT പുസ്തകം നമ്മൾ കയ്യിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മിസ്സേ എന്ന് പറയുന്നതിലും നല്ലത് ഈ വീഡിയോ ഒന്നൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കേട്ടതിന് ശേഷം ഒരു അല്പം ധൈര്യത്തോടു കൂടി നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ഒന്ന് കയ്യിലെടുക്കണം, വായിക്കണം, പഠിക്കണം. എൻ്റെ നോട്ട്സോ വീഡിയോസോ അല്ല പ്രാധാന്യം, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം, കൂടുതൽ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയൊക്കെ ബോർഡിൽ എഴുതി പോകുന്നത്. അല്ല എങ്കിൽ എനിക്ക് ഒരു വരി മാത്രം എഴുതിയാൽ മതി, എന്താണ് ബയറ്റ് സവാർട്ട്സ് ലോ ഇത് മാത്രം എഴുതി ഒരു ചിത്രവും വരച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. അതല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം അതനുസരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ അതെന്താണ് ആ കൺസെപ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഒരല്പം കൺസെപ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി കൂടെയാണ് നിങ്ങളുടെ ബോർഡ് ഞാൻ ഇത്രയും എഴുതി നാശമാക്കുന്നത്. ബോർഡിൽ ഒരുപാട് മിസ് എഴുതിയിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് വായിക്കുക, ഇതെങ്ങനെയാണ് നോക്കുക എന്ന് പറഞ്ഞ് നോക്കാതിരിക്കരുത്. നിങ്ങളത് കണ്ടതിന് ശേഷം ആ ഒരു ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് എന്തായാലും വായിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും എഴുതുന്നത്. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും അറിഞ്ഞുകൂടാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. മിസ് അത് എഴുതിയത് ശരിയാണോ, ഇത് ശരിയാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്കതിൽ കുറിക്കാം. താങ്ക് യു.